ഈ അമ്മയാണ് ഇവളെ തലയിൽ കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവളുടെ ജോലി എന്താണെന്ന് കൂടി പറഞ്ഞതാ. ഇവളുടെ ജോലിയാണ് ഞങ്ങളെ നോക്കുക എന്നത്. അതവൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതുമാത്രം ചെയ്താൽ മതി. ഇന്നു മുതൽ ഞങ്ങൾ ഇത്രയും പേരിൽ അമ്മയെ നോക്കാൻ. പിന്നെ ഇതിനെ പുറത്തുനിന്നൊരാള്. ലക്ഷ്മി, ഞാൻ പറഞ്ഞാൽ മതിയോ അതിനുള്ള മറുപടി? അച്ഛൻ, ലക്ഷ്മിക്ക് എന്താ അറിയേണ്ടത്? അത് അച്ഛ, പിന്നെ ഇവള് പറയടെ, നിനക്കെന്താ അറിയേണ്ടതെന്ന് ശേഖരൻ മലറി ചോദിച്ചു. ബഹളം കേട്ട് എല്ലാവരും ആ മുറിയിലേക്ക് എത്തിയിരുന്നു. ജാൻവി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ സാവിത്രി അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു കണ്ണടിച്ചിരിക്കുമായിരുന്നു. അച്ഛാ, ഇവളെന്തിനാ നിങ്ങളിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നേ? അതാ എനിക്കറിയേണ്ടത്. ഇവൾക്ക് മാത്രമേ സംശയമുള്ളൂ, അതോ വേറെ ആർക്കെങ്കിലും കൂടി ഉണ്ടോ? ഞങ്ങൾക്കുണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കോ? അവളുടെ മക്കളും ഭർത്താവുമല്ലേ. അച്ഛൻ കാര്യം പറ. ഇവിടെ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കളുള്ളതിനേക്കാൾ അധികാരം നിങ്ങൾ ഇവൾക്കാണല്ലോ കൊടുക്കുന്നേ. അതിൻ്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. കൊള്ളാം. ഓർക്കുന്നുണ്ടോ ഒരു 2 വർഷം മുമ്പ് ഇവിടെ വന്ന് നിങ്ങൾ ബഹളമുണ്ടാക്കിയത്? അപ്പോൾ തന്നെ സ്വത്തുക്കൾ ഭാഗം വെപ്പിച്ചു നിങ്ങൾ തന്നെയാ. അന്ന് ഞങ്ങളാകുന്നു പറഞ്ഞതാ ഇവിടെ വന്ന് നിൽക്കാൻ. കേട്ടോ നിങ്ങൾ? അന്ന് സ്വന്തം സുഖം മാത്രമേ വലുത്. അന്ന് നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുള്ളത് ഞങ്ങൾ തന്നു കഴിഞ്ഞതാണ്. അതുമാത്രമല്ല, അന്നത്തോടെ തീർന്നു. നിങ്ങൾക്കിപ്പോൾ പറഞ്ഞ ആ അധികാരം ഇനി കൊടുക്കാനുള്ളതെല്ലാം എൻ്റെ മകൻ ദേവനും അവൻ്റെ മകൻ ഞങ്ങളുടെ കണ്ണമ്മോനുമാണ്. അവർ ഇതുവരെ എന്നോടോ ഇവളോടോ 5 പൈസ ചോദിച്ചിട്ടില്ല. അവരായിട്ട് ചോദിക്കില്ല. പക്ഷേ ഇനിയുള്ളതെല്ലാം അവൾക്കുള്ളതാണ്. അമ്പയ്ക്കുള്ളത് കല്യാണ സമയത്ത് കൊടുത്തതാണ്. അതിൽ അവൾക്കോ മാധവനോ പരാതിയില്ല. ഇനി എനിക്കിവൾക്കും പിന്നെ ഞങ്ങളുടെ മോള് ദാ ഈ നിൽക്കുന്ന ജാൻവിക്കും ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. അതിന് നിങ്ങളെ മക്കളാരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒന്നൂടെ, ഇവളെ ഇവിടുത്തെ സെർവൻ്റ് അല്ല, അംബികയെ പോലെ തന്നെ ഞങ്ങൾക്ക് ജാൻവി മോളും. ഇനി എൻ്റെ കുട്ടിയെ കരയിക്കാനോ സങ്കടപ്പെടുത്താനോ ആരെങ്കിലും നോക്കിയാ അപ്പോൾ ഞാനിവിടെ നിറക്കി വിടും. മനസ്സിലായി എല്ലാവർക്കും? പിന്നെ ആരൊന്നും പറഞ്ഞില്ല. നിറക്കണ്ണുകളോടെ നിൽക്കുന്ന ജാൻവി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവർ അവരുടെ മുറിയിലേക്ക് പോന്നു. ലക്ഷ്മിയുടെയും കുടുംബത്തിൻ്റെയും ഉള്ളിൽ പകയാളി കത്തി. ഒരു പീറപ്പെണ്ണിൻ്റെ മുമ്പിൽ തങ്ങളെ ആരുമല്ലതാക്കിയതായിരുന്നു അവരുടെ ദേഷ്യത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. എല്ലാവരും പോയപ്പോൾ ജാൻവി അത്രയും നേരം പിടിച്ചു വച്ച സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകി. ജാൻവി മോളെ, നീ എന്തിനെങ്ങനെ കരയുന്നത്? നിനക്ക് വേണ്ടിയില്ല ഞങ്ങൾ ഇത്രയും വാദിച്ചത്, എന്നിട്ട് കരയുവാണെന്ന് വെച്ചാ? അമ്മ, എൻ്റെ ജന്മം ഒരു നശിച്ച ജന്മം. എന്നെ ആര് കൂടെ കൂട്ടിയാലും അവർക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പൊക്കോളും ഇവിടുന്ന്. ഞാൻ പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ജാൻവി, പോയി മുഖമൊക്കെ കഴുകുക. വൈകുന്നേരത്തെ പൂജയ്ക്ക് കുറച്ച് പൂക്കൾ വേണം. നീ തന്നെ ഗാർഡനിൽ നിന്ന് നല്ലത് നോക്കി പറിച്ചെടുക്കുക. ഞാൻ പിന്നെ ശേഖരിച്ച എന്നാ? ഒന്നുമില്ല, ഞാൻ പോകുക. എങ്ങോട്ട്? പൂ പറിക്കാൻ. പോകാൻ നോക്ക്. ശേഖരനും സാവിത്രിയും ചിരി കടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജാൻവി പെട്ടെന്ന് പുറത്തേക്കിറങ്ങിയതും അകത്തോട്ട് കയറിയ ധ്രുവുമായി കൂട്ടിയിടിച്ചു. എവിടെ നോക്കിയാടി വരുന്നു? കണ്ണു തുടങ്ങി നിനക്ക്? അവൻ നെറ്റി തിരുമ്മിക്കൊണ്ട് തലയുയർത്തി നോക്കിയപ്പോഴാണ് ജാൻവിയെ കണ്ടത്. ജാൻവി ആയിരുന്നു. സോറി സാർ, ഞാൻ കണ്ടില്ല. ഞാൻ ബാം കൊണ്ടുവരാം. എന്തിന്? നെറ്റിലും മസാജ് ചെയ്യാൻ. ബാം കൊണ്ടുവന്ന ആരും മസാജ് ചെയ്യും സാർ? ഞാൻ അമ്മയോട് പറയാൻ ചെയ്തു തരാൻ. അമ്മാമ്മയല്ലല്ലോ എന്നെ ഇടിച്ചത്, നീയല്ലേ? അപ്പം നിനക്ക് മസാജ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അത് പറഞ്ഞ് ധ്രുവാകത്തോട്ട് കയറിപ്പോയി. ഒരു 5 മിനിറ്റ് ജാൻവി അവിടെ സ്റ്റെക്കായിട്ട് നിന്നു. ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലാതെ സാർ എന്നോട് അങ്ങനെയൊക്കെ പറയൂ? ഒരിക്കലും പറയില്ല. അയ്യോ, പൂ പറിക്കണ്ടേ? ഇല്ലേ, ശേഖർച്ചൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും. അവൾ പോകുന്ന നോക്കിയെന്ന ധ്രുവിൻ്റെ മുഖത്ത് കുസൃതി ചിരി നിറഞ്ഞു. നിന്റെ കണ്ണുനീർ പരമ്പര ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെടി ഞാൻ. ആവശ്യത്തിന് വേണ്ടതിനൊക്കെ അവളുടെ ഒരു കരച്ചിൽ. കണ്ണീര് വിറ്റ ക്യാഷ് കിട്ടായിരുന്നെങ്കിൽ ഇവളെപ്പോയെ കോടീശ്വരി ഹയനെ. കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് അവൻ അവൻ്റെ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോയി. സത്യത്തിൽ അവളൊന്ന് കാണാൻ വേണ്ടിയാണ് ഓടിക്കിതച്ച് അച്ചാച്ചനെ കാണുമെന്ന് പറഞ്ഞു ഓടി വന്നത്. സിദ്ധ ചോദിച്ചിട്ടും ഞാനൊന്നും പറഞ്ഞില്ല. ഇനി അവൻ്റെ ചോദ്യം ചെയ്യലും കൂടി ഉണ്ടല്ലോ. ഈശ്വര, ഒന്ന് രക്ഷിക്കണേ. ദേ മനുഷ്യ, നിങ്ങൾ കേട്ടല്ലോ അല്ലേ നമ്മൾക്കുള്ള വില? നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയും തന്നെയാണോ അവരെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ലക്ഷ്മി, നിർത്തടി.
മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഇനി നിങ്ങൾ രണ്ടും വെറുതെ കിടന്നാടി ഉണ്ടാക്കാതെ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും നോക്ക്. ആ പെണ്ണ് എന്ത് കൂടോത്രാണോ ചെയ്തത് ഇത്രയ്ക്ക് സ്നേഹിക്കാൻ? തൽക്കാലം ജാൻവിയോടെ നിൽക്കട്ടമ്മേ, അവളെ നമുക്ക് ആവശ്യമുണ്ട്. അഭിജിത്ത് ഒരു വാശലും ചിരിയോടെ പറഞ്ഞു. എന്താവശ്യം? അങ്ങനെ അവളെ വെറുതെ ഇറക്കി വിട്ടിട്ട് എന്ത് കാര്യം? കരഞ്ഞോണ്ടിറങ്ങണം. അത് നീ പറഞ്ഞ് കറക്റ്റാണ്. അവൾ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാകില്ല. ഞാൻ അവളെ അനുഭവിപ്പിക്കും. ഇതിനൊക്കെയുള്ള ഏക വഴിയാണ് കാർത്തിക. നീ എങ്ങനെയും നീ അവനെ ഒന്ന് സെറ്റാക്കും. അവനെ നിനക്ക് കെട്ടാൻ പറ്റിയ പിന്നെ നമ്മൾ രാജാക്കന്മാരാണ്. സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലായി പിന്നെ കാണിച്ചു കൊടുക്കാം. ഈ രഘു ആരാണെന്ന് നമ്മൾക്ക് സ്വത്തുക്കൾ തന്നെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഇനിയൊന്നും നമ്മൾക്ക് തരില്ലെന്ന്. അന്ന് നമുക്ക് തരുമ്പോൾ ആസ്തിയല്ല ഇന്ന് പുത്തമ്പുരക്കിനുള്ളത്. അന്നത്തിൻ്റെ 4 ഇരട്ടിയ. കൈവിട്ട് കളയാൻ നമുക്ക് പറ്റുമോ? ആ, നീ ഒന്ന് നിർത്തല്ലാം. എനിക്കറിയാവുന്നല്ലേ ലക്ഷ്മി മോളെ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നടക്കുന്നില്ലേ? ഈ അച്ഛനറിയ എന്താ വേണ്ടതെന്ന്. ഡാ സുധി, എന്തേടാ നിന്റെ അപ്സരസ്? അവളെ കാണാൻ വേണ്ടി പാഞ്ഞു വന്നിട്ട് ഈ വീടും പൂട്ടി അവളിത് എവിടെ പോയതാടാ? ആ, നീ എന്നോട് കിടന്ന് ചാടിയിട്ട് എന്ത് ചെയ്യാനാ? എനിക്കെങ്ങനെ അറിയാം എവിടെയാണെന്ന്? കല്യാണത്തിന് അവിടെ അവളെ കാണാതിരുന്നപ്പോൾ ഉള്ള സന്തോഷത്തിൽ ഞാൻ ചോദിക്കാനും മറന്നു. പോണ്ടവരുടെ ഞാൻ ചോദിച്ചാൽ മതിയായിരുന്നു. അവളെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കാൻ നോക്കണം. ഇനി ഇതുപോലത്തെ ഒരു അവസരം നമ്മൾക്കിനി കിട്ടില്ല. ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ, നീ ഒന്ന് സമാധാനപ്പെട്. സുധി അപ്പം തന്നെ അവൻ്റെ അമ്മയെ വിളിച്ചു. മോനെ, അമ്മ നീ വിളിക്കുന്നതെന്ന് നോക്കിയിരിക്കുമായിരുന്നു. വീട്ടിലെത്തിയോ നീ? തലവേദന കുറവുണ്ടോ നിനക്ക്? വീട്ടിലെത്തിയ അമ്മേ, പക്ഷെ തലവേദനയ്ക്ക് ഒട്ടും കുറവില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ പറ്റില്ല. അവളെവിടെ? എവിടെയാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? ഒന്നും ഉണ്ടാക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവളെ കിട്ടില്ലെങ്കിൽ എന്തിനാ വെറുതെ തീറ്റി പോറ്റുന്നേ? ആ നാശം പിടിച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ലടാ. നിന്റെ അച്ഛനും പെങ്ങളല്ലേ കൊണ്ടു നടക്കുന്നേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? അവൾ വല്ലെങ്കിൽ നിങ്ങൾ വാ. അല്ല പിന്നെ എനിക്ക് എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. നീ ഒന്ന് അടങ്ങ് സുധി, ഞാൻ ഒന്ന് നോക്കട്ടെ ഉരുമ്പിട്ട് വീഴാന്ന് അറിയാൻ പറ്റുമെന്ന്. അന്വേഷിച്ചിട്ട് വിളിക്കാം. കോൾ കട്ട് ചെയ്തു. അവൻ ബെഡിലേക്ക് കിടന്നു. അവൻ്റെ ഓർമ്മയിൽ അവളുടെ സൗന്ദര്യം മാത്രമായിരുന്നപ്പോൾ എങ്ങനെയും അവളുടെ ശരീരം സ്വന്തമാക്കണം. നീ എന്താടാ ഒറ്റയ്ക്ക് ചിരിക്കുന്നേ? വിഷ്ണു, ഞാൻ അവളുടെ മീനേകനെ പറ്റി ഒന്നാലോചിച്ചതാ. എൻ്റെ കൈകളിൽ കിടന്ന് തീരാൻ അവളുടെ യോഗം. അതെന്നാ വർത്താനാടാ? അപ്പോൾ ആ ചെട്ടിയാർ കൊടുക്കുന്നു നമ്മൾ പറഞ്ഞ നീ മറന്നു? മറന്നിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം ഒന്ന് ആസ്വദിക്കട്ടെ അവളെ, അത് കഴിഞ്ഞ് ആലോചിക്കാം. വീണ്ടും എനിക്ക് ആവശ്യമുണ്ടോ അതാ പരട്ട ചെട്ടിയാർക്ക് കൊടുക്കണോ എന്നത്? തൊണ്ടി, നീ അവസാനം കാല് വരുമോ? അയാൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. മാത്രമല്ല അവളുടെ സൗന്ദര്യത്തെ അയാൾ മൂക്കും കുത്തി വീഴുകയും ചെയ്തു. ലക്ഷങ്ങളാണ് ഓഫർ ചെയ്തേക്കുന്നത്. അവസാനം നമ്മൾ ചതിച്ചെന്ന് തോന്നിയാ അയാൾ നമ്മളെ വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞതെന്ന് വേണ്ട. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതടാ വിഷ്ണു, നമുക്ക് നോക്കാം. നോക്കിയാൽ മതി. ദേ അമ്മ വിളിക്കുന്നുണ്ട്, നോക്കട്ടെ എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്. അമ്മേ, എന്തായി? എന്താകാൻ? അവളെവിടെയാണെന്ന് ചോദിച്ചിട്ട് അറിയില്ലെന്ന് പറയുന്നത് എൻ്റെ കെട്ടിയവനും മോളും. പിന്നെ അവരുടെ സംസാരം ഞാൻ ഒളിഞ്ഞു കേട്ടപ്പോൾ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം കൂടാൻ അവൾ വരുന്നെന്ന് പറഞ്ഞ് കേട്ടു. നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് അവിടെ ഏത് അമ്പലത്തിലാണ് ഉത്സവം ഉള്ളതെന്ന്. അവിടെ വെച്ച് കാണുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോരും നീ. ഓക്കെ അമ്മേ, ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ മോനെ, നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. കൊന്നേക്കരുത്. നമ്മുടെ കാൽച്ചുവട്ടിൽ വേണം അവൾ. ആ സ്വത്തുക്കൾ നമ്മുടെ കയ്യിലാകുന്നവരെ. മനസ്സിലാവില്ലല്ലേ? അമ്മ പുലിയാണല്ലോ, എങ്ങനെ മനസ്സിലായി? നിന്നെ എനിക്കറിയില്ലടാ. എനിക്കല്ലാതെ വേറെ ആർക്കും നിന്നെ മനസ്സിലാകും. പിന്നെ മറക്കരുത്, കൊല്ലാൻ പാടില്ല, ജീവൻ ബാക്കിയുണ്ടാകണം. അത് ഞാനേറ്റോ അമ്മേ. അവൻ കോൾ കട്ട് ചെയ്ത് വിഷ്ണുവിനെയും കൂട്ടി പുറത്തേക്ക് പോകാൻ ഇറങ്ങി. കാര്യങ്ങളെല്ലാം വിഷ്ണുവിനോട് പറഞ്ഞു. പിന്നെ അവനും ഭയങ്കര ഉഷാറ്. അടുത്തുള്ള കടകളിലെല്ലാം പോയി അന്വേഷിച്ചു ഉത്സവം എവിടെയാണ് ഉള്ളത്. അപ്പോൾ പുത്തമ്പുരക്കൽക്കാരുടെ കുടുംബോത്സവമാണ്. അവൾ അവിടെയാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അവൾ വരാതിരിക്കില്ല. ഇനി വന്നില്ലേലും ഉത്സവ സമയത്ത് അവൾ ആ വീട്ടിലുണ്ടാകും. അവിടെ കയറിയാണേലും ഈസിയായിട്ട് പൊക്കാൻ നമുക്ക്. അവർ 2 പേരും അതിനുള്ള പ്ലാനൊക്കെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് പോന്നു. ഗാർഡനിലൂടെ നടന്ന് പൂക്കൾ പറിക്കുകയാണ് ജാൻവി. നല്ലതൊക്കെ പറിച്ചെടുത്തു. പിന്നെയും ചുറ്റും നോക്കിയപ്പോഴാണ് മുല്ലപ്പൂക്കൾ കണ്ണുടക്കിയത്. അതെങ്ങനെ പറിക്കും ഞാൻ? അതിപ്പോൾ ധ്രുവസാറിൻ്റെ മുറിയല്ലേ? പണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് അതായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സ് ശാന്തമാകും. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാൻ പറ്റും. ഇനി അവിടെ പോയിരിക്കാൻ പറ്റില്ലല്ലോ.
അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശേഖര അങ്ങോട്ട് വന്നത്. എന്തായി ജാൻവി, പൂക്കൾ കിട്ടിയോ? കുറച്ച് കിട്ടി. മുല്ലപ്പൂവും കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു. അതവിടെ നിൽപ്പല്ലേ, പോയി പറിച്ചു നീ. എന്നിട്ട് വേഗം വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്പലത്തിൽ പോകണം. ഇന്നവിടെ കുറച്ച് പൂജകളുണ്ട്, അത് നീ എന്തായാലും വരണം. അമ്പലത്തിൽ പോകാം, പക്ഷെ പൂവിനെന്താ പ്രശ്നം? അതല്ല ശേഖരച്ച, അവിടെ ബാൽക്കണിയിൽ കയറിയാലേ പറിക്കാൻ പറ്റുള്ളൂ. അതിനെന്താ, നീ സ്റ്റെപ്പ് കയറിയ പോരെ, അത് ഡയറക്റ്റ് ബാൽക്കണിയിലേക്കല്ലേ. നീ പോയി പറിച്ചിട്ട് വാ, ഞാൻ റൂമിലുണ്ടാകും. വേഗം വരണം, അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ്. ശേഖരച്ച, ധ്രുവ സാർ അവിടെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് പോകുന്നേ. അതിപ്പോൾ സാറിൻ്റെ മുറിയല്ലേ, അപ്പോൾ അങ്ങനെ അനുവാദം ചോദിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ഓ, അതോടെ പ്രശ്നം. എൻ്റെ കണ്ണമ്മൻ പാവാടി, അവൻ മറ്റുള്ളവരെ പോലൊന്നും അല്ല, നിന്നൊന്നും ചെയ്യില്ല. എന്നാലും സാറിന് അത് ഇഷ്ടാകില്ല. ശേഖരിച്ചും പോയി പറിക്കുമോ? ആ, നീ കൊള്ളാലോ ജാൻവി, ഞാനീ വയ്യാത്ത കാലം വെച്ച് സ്റ്റെപ്സ് കയറണല്ലേ. എൻ്റെ പൊട്ടിക്കളി, അവനവിടെ അല്ല, നീ പൊക്കോ. സത്യമാണോ? ആന്നേ, നീ അതിന് ബാൽക്കണിയിലേക്കല്ലേ പോകുന്നത്, അല്ലാതെ അവൻ്റെ ബെഡ്റൂമിലേക്കില്ലല്ലോ. പിന്നെ എന്തിനാണ് അവൻ ഇത്രയും ടെൻഷൻ? ഓ, ഒന്നുമില്ല, ഞാൻ പോയി പറിച്ചിട്ട് വരാം. ശേഖരിച്ചും പോയി റെഡി ആയിട്ട് വാ. അവൾ സ്റ്റെപ്സ് കയറുന്ന നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ മുൻപോട്ട് നടന്നു. ദേവി, കൂടെ ഉണ്ടാകണേ, സാറിന് ഭയങ്കര ദേഷ്യാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ കാത്തോണേ. അവൾ അതും പറഞ്ഞ് പതിയെ സ്റ്റെപ്സ് കയറി ബാൽക്കണിയിലെത്തി. അവിടെ എത്തിയപാടെ ധ്രുവിൻ്റെ റൂമിലേക്കുള്ള ചാരിയിട്ട് ഡോർ പാതിയെ തുറന്ന് നോക്കി. അവിടെ ആരില്ലെന്ന് കണ്ടതും ശ്വാസം വലിച്ചെടുത്ത് നെഞ്ചൊന്ന് തടവി വേഗത്തിൽ മുല്ലപ്പൂക്കൾ പറിക്കാൻ തുടങ്ങി. ഓ, ഇതിൻ്റെ ഒരു സ്മെല്ല്, എന്തൊരു വശ്യതയ പൂവിന്. അവളൊരു പൂവെടുത്തു മൂക്കിൻ്റെ അടുത്തേക്ക് വെച്ചു. ശ്വാസം വലിച്ചെടുത്ത് ശ്വസിച്ചു. ആ പൂവെടുത്ത് തലമുടിക്കെട്ടിൻ്റെ ഇടയിൽ തിരികി. ആ ഷേപ്പിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് മുകൾ ഭാഗത്തേക്ക് അവൾക്ക് എത്തില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചേറെടുത്ത് വലിച്ചും അവിടെ ഇട്ട് അതിൻ്റെ മുകളിൽ കയറി ഏന്തി വലിഞ്ഞ് പൂ പറിക്കുവാണ് ജാൻവി. ഷോ, ഇതിൻ്റെ സൈഡൊക്കെ വാടിയല്ലോ. സാറുള്ളതുകൊണ്ട് ഇവിടെ വന്ന് നനക്കാനും പറ്റില്ല. എന്താ ഇപ്പോൾ ഒരു സൊല്യൂഷൻ? അവൾ ആലോചനയോടെ ഇരുന്നു. സൊല്യൂഷൻ ഞാൻ പറഞ്ഞാൽ മതിയോ? പെട്ടെന്നുള്ള സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കി അവളുടെ ബാലൻസ് തെറ്റി താഴേക്ക് വീഴാൻ പോയി. കണ്ണുകൾ ഇറക്കി അടച്ചവൾ. കുറച്ച് കഴിഞ്ഞതും വീണില്ലെന്നും മനസ്സിലായവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു ഞെട്ടി. അവൻ്റെ കൈകൾ അവളെ വീഴാതെ പിടിച്ചു നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അവൻ്റെ ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പെട്ടെന്ന് ബോധം വന്ന ജാൻവി അവൻ്റെ കൈകളിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുവാണ്. അടങ്ങിയിരിക്കും പെണ്ണെ, ഞാനല്ലേ നിന്നെ വീഴാതെ പിടിച്ചത്, അപ്പം താഴെ നിർത്താനും എനിക്കറിയാം. നീ വെറുതെ കിടന്ന് ബലം പിടിച്ചിട്ട് കാര്യമില്ല, ഞാൻ വിടില്ല. സാർ പ്ലീസ് വിടാവൂ, ഞാൻ അറിയാതെ, എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണോ വേണ്ടോന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. സാർ എന്നെ താഴേക്ക്, എനിക്ക് പോകണം. അത് ശരി, എൻ്റെ അനുവാദത്തിൽ അവിടെ കയറി വന്ന് ഞാൻ പൊന്നുപോലെ നോക്കുന്നതിൻ്റെ മുല്ലപ്പൂക്കൾ എടുത്തവും പോരാ, എന്നിട്ട് എന്നോട് ആജ്ഞാപിക്കുന്നു. നീയാളെ കൊള്ളാലോ. അതും പറഞ്ഞവൻ അവളെ താഴേക്ക് ഇറക്കി. ഇറക്കിയപാടെ പൂക്കൊട്ടയും എടുത്ത് ഓടാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു അവൻ. എങ്ങോട്ടാ? ഞാൻ ശേഖരിച്ചൻ്റെ അടുത്തേക്ക്. ഞാൻ ചോദിച്ചിന് മറുപടി താ, എന്നിട്ട് പൊക്കൂ. ശേഖരിച്ചൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അമ്പലത്തിൽ പൂ വേണം പൂജയ്ക്ക്, അപ്പോൾ അതിനു വേണ്ടി. സോറി, ഇനി വരൂല. നിന്റെ ശേഖരിച്ചൻ പറഞ്ഞാൽ നീ എന്തും ചെയ്യൂ. എന്തും ചെയ്യൂ. എന്നെ കെട്ടാൻ പറഞ്ഞ സമ്മതിക്കോ? മൂളിക്കഴിഞ്ഞപ്പോൾ എന്താ ചോദിച്ചെന്ന് അവൾക്ക് ബോധം വന്നത്. എന്താ സാർ പറഞ്ഞേ? നീ കേട്ടായിരുന്നല്ലോ എന്താണെന്ന്, അതിനുള്ള ആൻസറും കിട്ടി. താങ്ക് യു. അയ്യോ സാർ, ഞാൻ സോറി, മനഃപൂർവ്വം പറഞ്ഞല്ല, അറിയാതെ സാർ. ഇപ്പോൾ എങ്ങനെ ഇതൊന്നും പറയുന്നത്? മതി, ഇപ്പം താഴേക്ക് വയ്ക്കൂ, പൂജയ്ക്ക് കൊണ്ടല്ലേ. സാർ, അത് ഞാൻ പറഞ്ഞ് തെറ്റിയിരിക്കല്ലേ? ഏയ്, ശരിയായി തന്നെ ധരിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റാ. അവളെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. സാർ, ജാൻവി പൊക്കോളൂ, ഇനി നിന്നാലേ നമ്മൾ രണ്ടുപേർക്കും അത് ശരിയാകില്ല, വേഗം വിട്ടു. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമെന്ന് തോന്നിയിട്ട് അവൾ കിട്ടിയ പൂക്കളുമായി ശേഖരിച്ചൻ്റെ അടുത്തേക്ക് ഓടി താഴെത്തെ ജാൻവി സിറ്റ് ഔട്ടിൻ്റെ അവിടുത്തെ എത്തിയപ്പോഴേക്കും കിതച്ചിരുന്നു. എന്നാ മോളെ, ഓടിയോ നീ? എന്തു പറ്റി? ഒന്നുമില്ല, സമയം പോയല്ലോ, അതാ ഓടിയത്. പെട്ടെന്ന് ശേഖരനെ അവിടെ കണ്ടവൾ പതിരച്ച മറച്ചു പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഞാൻ പേടിച്ചുപോയി, എന്തിനാ ഓടിയെന്നോർത്ത്. എനിക്കൊന്നും പറ്റിയില്ല. വെറുതെ ഒന്ന് ഉണ്ടാക്കി ചിരിച്ച് മുമ്പോട്ട് നോക്കുമ്പോഴാണ് ശേഖരിച്ചിൻ്റെ അടുത്ത് കൈയും കെട്ടി തൂണിൽ ചാരി നിൽക്കുന്ന ധ്രുവിനെ അവൾ കണ്ടതും അവൾ ഞെട്ടിയത് ഒന്നിച്ചായിരുന്നു. എന്നാ മോളെ, എന്തു പറ്റി? എന്തു പറ്റാൻ,
ഒന്നും പറ്റിയില്ല, ഒരു 5 മിനിറ്റ്, ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. കയ്യിലിരുന്ന പൂക്കൾ ശേഖരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അകത്തേക്ക് ഓടി. ഈ പെണ്ണിത് എന്തു പറ്റി? കുറച്ചും വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അച്ചാച്ചൻ്റെ പൊന്നാര പുത്രിയല്ലേ, ചോദിച്ചു നോക്കായിരുന്നില്ലേ? ഓ, നീ ഇതപ്പോൾ എത്തി? സിദ്ധുവിനെ കൊണ്ടുവിടാൻ പോയതല്ലായിരുന്നു? ഞാൻ വന്നിട്ട് ഒരു 20 മിനിറ്റായി കാണും. എന്നാ അച്ചാച്ച, വന്നിട്ട് നീ എവിടെയായിരുന്നു? ഞാൻ ആ സോഫയിൽ കിടപ്പുണ്ടായിരുന്നല്ലോ, അച്ചാച്ചനെ കണ്ടില്ലായിരുന്നു. നിന്റെ റൂമിലേക്കൊന്നും പോയിരുന്നില്ലല്ലോ അല്ലേ? ഇതെന്നാ അച്ചാച്ചേ, കുറെ നേരമായാലും പോലീസ് മുറിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നാ കാര്യം? ആ, ഇപ്പോൾ കാര്യമൊന്നുമില്ല. അവനെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഓ, പോലീസ് റിട്ടയർഡ് ആയാലും പോലീസ് തന്നെയാ, ഇപ്പോൾ കയ്യിൽ നിന്ന് പോയേനെ. അവൻ അതും പറഞ്ഞ് സിറ്റ് ഔട്ടിലെ ചെയറിലേക്കിരുന്നു. ഫോണിൽ നോക്കുമ്പോഴാണ് ശേഖരനും ജാൻവിയും സാമിത്രിയും കൂടി അമ്പലത്തിൽ പോകാൻ റെഡിയായി വന്നത്. ജാൻവി ഒരു റെഡ് കളർ ധാവണ ഇട്ടിരുന്നത്, മുടി അഴിച്ചിട്ടിട്ടുണ്ട്. നെറ്റിയിൽ ചെറിയൊരു പൊട്ടും അതിനു മുകളിൽ ഒരു കുറിയും. വേറെ ചമയങ്ങളൊന്നുമില്ല. അവൻ അവളുടെ മുഖത്ത് കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. എൻ്റെ പെണ്ണെ, നിന്നെ ഒന്ന് വരിഞ്ഞു മുറുകി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഈ പോക്ക് പോയ നിന്റെ ജീവിത ലക്ഷ്യം നേടുന്നവരെയും നോക്കിയിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ണാ, നീ എന്നെ പറഞ്ഞേ. എൻ്റെ അമ്മ പണിപ്പാളിയോ? ഒന്നില്ല അമ്മാമേ, വൈകുന്നേരം പോകേണ്ടെന്ന് ചോദിച്ചതാ. പിന്നെ പോകണ്ടേ? നാളെ കൂടി കഴിഞ്ഞാൽ ഉത്സവം കഴിഞ്ഞു. അത് കേട്ടപ്പോൾ അവനൊരു സങ്കടം. കാരണം ജാൻവി 3 ഡേയ്സ് മാത്രമേ അവിടെ ഉണ്ടാകുള്ളെന്ന് അമ്മാമ പറഞ്ഞത് അവന് ഓർമ്മ വന്നു. എന്നവളെ കാണാൻ പറ്റുമെങ്കിലും രാത്രി അവരുടെ അടുത്തേക്ക് വിടാനുള്ള പേടി. എനിക്കവളെ നഷ്ടപ്പെടുമെന്നൊരു ഭയം. അവളെ വിടാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ പറ്റൂ.